കുറച്ച് കണ്ടതിൽ കഴിഞ്ഞ 1-2 തവണയൊക്കെ നയനെ കുറച്ചൊരു ശ്രുതിയുടെ പ്രോബ്ലം ഉണ്ടായത് ഒഴിച്ചാൽ നയന ഓൾറെഡി പെർഫെക്റ്റ് ആണ്. പിന്നെ ഈ ഓപ്പൺ സിംഗിങ്ങിനോടൊപ്പം തന്നെ ശ്രുതിയുടെ കാര്യത്തിലൂടെ നയന ഒത്തിരി ശ്രദ്ധിക്കണമെന്ന് എപ്പോഴും ഞാൻ പറയാറുണ്ട്, എപ്പോഴും കറക്റ്റ് ചെയ്യാറുണ്ട്. ശ്രുതിയുടെ കാര്യത്തിൽ ഞങ്ങൾ തമ്മിൽ എപ്പോഴും വഴക്കിടാറുള്ള കൂട്ടത്തിലാണ്. പിന്നെ സാർ നയനയ്ക്ക് ക്ലാസ് എടുക്കുന്ന കർണാടിക് മ്യൂസിക്കിലാണല്ലോ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയത്. അതെ അതെ. അപ്പൊ ഈ സ്റ്റാർ സിംഗറിൽ വന്നു കഴിഞ്ഞിട്ട് ലൈറ്റ് മ്യൂസിക്കിനായിട്ട് എന്തെങ്കിലും പ്രത്യേക പ്രാക്ടീസോ അല്ലെങ്കിൽ ടിപ്സും അല്ലെങ്കിൽ ടെക്നിക്സ് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാറുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. കാരണം ഞാൻ അത്യാവശ്യം കമ്പോസ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. കുറച്ച് പാട്ടുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഹരിഹരനെയൊക്കെ വെച്ചിട്ട് ആൽബം ഒക്കെ ഇറങ്ങി ചെയ്തിട്ടുണ്ട്. അപ്പോൾ കമ്പോസിങ്ങിന്റെ ഒരു പാഷനാണ്. പിന്നെ അത് ദേവരാ മാസ്റ്ററുടെ അടുത്ത് നിന്ന് കിട്ടിയ ഒരു അനുഗ്രഹം കൂടാണത്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ശരിക്കും ഉപയോഗിക്കുന്ന ഞാൻ എന്തെങ്കിലും ടിപ്സുകൾ പറഞ്ഞു കൊടുക്കുന്നെങ്കിൽ തന്നെ അത് മാസ്റ്റർ പറഞ്ഞു തന്നിട്ടുള്ള ഒരു സോങ്ങിനെ നമ്മളൊരു സിംഗർ എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്നുള്ളത്. പിന്നെ സോങ്ങിന്റെ ഡെപ്ത് പലപ്പോഴും നമ്മളൊരു അതിൻ്റെ ഒരു എന്താ പറയുക, ആദ്യം കേൾക്കുന്ന ഒരു സാധനം പഠിച്ചിട്ട് നമ്മൾ പ്രസന്റ് ചെയ്യുന്നതിനേക്കാൾ അതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള ഓരോ മൈന്യൂട്ട് തിങ്സിനെയും വിലയിരുത്തിക്കൊണ്ട് പാടണം എന്നുള്ളത് എന്നോട് എപ്പോഴും പറയാറുണ്ട്. കാരണം അത് എല്ലാ സിംഗേഴ്സിനും കഴിയുന്ന ഒരു കാര്യമല്ല. നോർമൽ ഒരു സോങ് ജസ്റ്റ് കേട്ടിട്ട് അതിനകത്ത് മ്യൂസിക് ഡയറക്ടർ ചെയ്തു വെച്ചിരിക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളത്, ഏതൊക്കെ നോട്ട്സുകളിലേക്ക് പോകുന്നു എന്നുള്ളതൊക്കെ കൃത്യമായി കേട്ട് പഠിക്കുന്നത്. എനിക്ക് തോന്നുന്നു അതിനെ കുറെയൊക്കെ ഒരു പരിധിവരെയൊക്കെ ശ്രദ്ധിച്ചു പാടുന്നുള്ളതാണ്. സ്റ്റാർ സിംഗറിൽ വരുന്നതിന് മുമ്പുള്ള നയയുടെ പെർഫോമൻസും ലൈറ്റ് മ്യൂസിക് അതും ഇപ്പോഴത്തേതുമായിട്ട് എന്തെങ്കിലും ഡിഫറൻസ്, ഇമ്പ്രൂവ്മെന്റ്? തീർച്ചയായിട്ടും. കാരണം എന്താ പറയുന്നത്, നയനയോട് എപ്പോഴും ഞാൻ പറയാറുള്ളത് ഇതില് വിന്നർ ആകുക എന്നുള്ളതിൽ ഉപരി അങ്ങനെ ഒരു ചിന്തയെ കളഞ്ഞിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിനെ ശരിക്കും യൂസ് ചെയ്യാനാണ് ഞാൻ നയനോട് എപ്പോഴും പറയുന്നത്. കാരണം അതിൽ മത്സരിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ കുട്ടികളും നയനെ പോലെ തന്നെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഉള്ള ഒരു 10 പേരെന്ന് പറയുന്നത് വളരെ നന്നായിട്ട് പാടുന്നവരാണ്. ആരെയും മോശമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം നയന എത്രത്തോളം ഇനി മുന്നോട്ട് പോകുന്നു അത്രയും സമയം ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. എനിക്ക് വളരെ അടുത്തറിയാവുന്നൊരു കാര്യം കൂടെ. കാരണം പിന്നെ അവിടെയൊക്കെ മീൻസ് അതിൻ്റെ ക്യാമ്പിൽ കിട്ടുന്ന ഗ്രൂമിങ് ക്ലാസ്സുകൾ, അതുപോലെ പിന്നെ യോഗ, പിന്നെ ഇവർക്ക് ഓൾറെഡി മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ മ്യൂസിക്കായിട്ട് വളരെ അടുത്ത് ചെയ്ത് നിൽക്കുന്ന ഒരു സംഭവമാണല്ലോ. അപ്പം ഇതൊന്നും നമ്മൾ നോർമലി സാധാരണ പഠിച്ചു വരുന്ന ഒരു സിംഗറിനും കിട്ടാത്ത വലിയ സൗഭാഗ്യമാണ് അവർക്ക് ഈ ഐഡിയ സ്റ്റാർ സിംഗർ വേദിയിൽ അവർക്ക് കിട്ടുന്നത്. പിന്നെ കിട്ടുന്ന ഈ പ്ലാറ്റ്ഫോം, പിന്നെ ഇവർ സ്ഥിരം പറയാറുള്ള ജഡ്ജസിന്റെ കാര്യം. എനിക്ക് തോന്നുന്നത് നമ്മളൊരു കാര്യം പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴും തന്നെ അത് തിരുത്തപ്പെടുകയാണ്. തെറ്റ് വന്നു കഴിഞ്ഞാൽ ഫീഡ്ബാക്ക് അതൊരു വലിയൊരു ഒരു കാര്യമാണ്. സാധാരണ നമ്മളൊരു പെർഫോമൻസിനകത്ത് തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ അത് അധികം ആളുകൾ അങ്ങനെ റെസ്പോണ്ട് ചെയ്തില്ല. ഞാനും നയനയോട് ചർച്ച ചെയ്തു. ഇപ്പം ഇവിടുന്ന് നയന എപ്പോഴെങ്കിലും എൻ്റെ അടുത്ത് ചില പാട്ടുകളോട് ഒന്ന് പ്രസന്റ് ചെയ്തിട്ട് പോകുമ്പോൾ അതിൽ നമ്മൾ പറയുന്ന മിക്ക കറക്ഷൻസ് അല്ലെ കുറേയൊക്കെ തിരുത്തപ്പെടും. പക്ഷെ അതിൽ പറയുന്ന പല കാര്യങ്ങളും ശരത് സാറ് അവിടെ തിരുത്തുന്നുണ്ട് ചില കാര്യങ്ങൾ. അപ്പൊ അത്രയും മൈന്യൂട്ടായിട്ട് കാര്യങ്ങൾ വാച്ച് ചെയ്യുന്ന ജഡ്ജസ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അപ്പൊ അത് തന്നെയാണ് ഇവരുടെ ഏറ്റവും നല്ല കളരി എന്ന് പറയുന്നത് അത് തന്നെയാണ്. അപ്പൊ അത് ഒരു പ്രയോജനപ്പെടുത്തുന്നത് എങ്ങനെ ഇരിക്കും അതിനനുസരിച്ചായിരിക്കും അവരുടെ ഇനിയുള്ള ഫ്യൂച്ചർ എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ശ്രീരാമുനി നെടുകന്നു കൊണ്ടിനി ശ്രീരാമുനി നെടുകന്നു കൊണ്ടിനി ശ്രീരാമുനി നെടുകന്നു കൊണ്ടിനി ശ്രീരാമുനി നെടുകന്നുലാര കനനംബുരീരകന്നു കൊണ്ടിനി ശ്രീരാമുനി നെടുകന്നുലാര കനനംബുരീരകന്നു കൊണ്ടിനി ശ്രീരാമുനി നെടുകന്നുലാര കനനംബുരീരകന്നു കൊണ്ടിനി. നയന വളരെ നല്ലൊരു സിംഗറാണ്. ഭാവിയിൽ ഇനി വരുന്ന പ്ലേബാക്ക് സിംഗേഴ്സിൽ നല്ലൊരു സിംഗറായിട്ട് വരാൻ പോകുന്ന ഒരാൾ കൂടിയാണ് നയന. ഏതായാലും ഈ ഐഡിയ സ്റ്റാർ സിംഗറിന്റെ വേദിയിൽ നയന വിജയത്തിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം നയനെ അതിനുവേണ്ടി ഞാൻ അനുഗ്രഹിക്കുന്നു. ദൈവത്തോട് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നുണ്ട് നയനയ്ക്ക്. ഓക്കെ, ഒരു ചെറിയ ഇടവേള എടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരാം. We've got some more exciting performances here.
ഫൈറ്റിൽ കുങ്ഫു കാണിച്ചില്ല, അതൊന്ന് കാണിക്കുമോ? പദചലനങ്ങളിൽ പരിരംഭണങ്ങളിൽ പാടി മറന്നു ഞാൻ നിന്നു. ആടി ദ്രുതപദതാളം മേളം ഋതുഗണമാടി മതകര കേളി നൃത്തം. ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 4 വിജയിയെ കാത്തിരിക്കുന്നു.